വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ഡിഫറെൻറ്റ് മീഡിയ, അല്ലെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻ, അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ട്രാൻസ്മിഷൻ ലൈൻ, വേവ് ഗൈഡ്, ആൻറ്റിന തിയറി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വേണം, അല്ലെങ്കിൽ കുറച്ച് മാത്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു അനാലിസിസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെക്റ്റർ കാൽക്കുലസിലുള്ള കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് ഫോർമുലാസ്, കുറച്ച് ടേംസ്, അല്ലെങ്കിൽ കുറച്ച് തിയറംസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സബ്ജക്റ്റിന് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് വെക്റ്റർ കാൽക്കുലസ് ടേംസ് ആണ്, അല്ലെങ്കിൽ തിയറംസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ പറയുമ്പോൾ അവിടെ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് 4 മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് എച്ച് സി ഈക്വൽ ടു ജെ സി പ്ലസ് ജെ ഡി. അപ്പോൾ അതിൽ എല്ലാ ഇക്വേഷനിലും ഡെൽ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഡെൽ. ഡെൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ് ഡെല്ലിനെ വിളിക്കുന്നത്. സോ നമ്മൾ ഡെല്ലിനെ വിളിക്കുന്ന പേരെന്താണ്? ഡെൽ ഈസ് കോൾഡ് വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ, അതൊരു വെക്റ്റർ ആണ്. സോ വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്, ഓപ്പറേറ്റർ. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാം. സോ ഡെല്ല് വെച്ചിട്ടുള്ള ചില ഓപ്പറേഷൻസ്, അതായത് ഡെൽ ഡോട്ട് എടുക്കാം, ഡെൽ ക്രോസ് എടുക്കാം. ഡെൽ ഡോട്ട് എടുക്കുമ്പോൾ നമ്മളതിന് ഡൈവേർജൻസ് എന്ന് പറയും, ഡെൽ ക്രോസ് എടുക്കുമ്പോൾ നമ്മളതിനെ കേൾ എന്ന് പറയും, അല്ലെങ്കിൽ ഡെൽ വി അങ്ങനെ എടുക്കാം, ഗ്രേഡിയൻറ്റ്. സോ നമുക്ക് ഡെൽ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ അത് ആദ്യം ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. സോ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ആണ്. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ആണ് നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ്, കേള്, ഡൈവേർജൻസ് ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഫോർമുലാസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഡെല്ല് വെച്ചിട്ടാണ്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് ഗ്രേഡിയൻറ്റ്, എന്താണ് കേള്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്താണ് ഡൈവേർജൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് അബൌട്ട് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, സോ ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് വി ആർ ഹാവിങ് എ വെക്റ്റർ യു. നമുക്ക് യു എന്ന് പറയുന്നൊരു വെക്റ്റർ ഉണ്ട് വിചാരിക്കാം, ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡെൽ യുവിനെ പറയുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. സോ ഡെൽ യു ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ്. ഡെൽ യു ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ്. സോ ഡെല്ല് നമ്മളെടുത്തിട്ടുണ്ട്, യു എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. സോ വാട്ട് ഈസ് ഗ്രേഡിയൻറ്റ്? ഗ്രേഡിയൻറ്റ് ഈസ് ആൾസോ എ വെക്റ്റർ. ഗ്രേഡിയൻറ്റ് എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ ആണ്. സോ ഇത് ഡെൽ ആണെങ്കിൽ ഡെൽ യു എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു കെ. ഓക്കെ, സോ ഇതാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതിനെ ഗ്രേഡ് യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഗ്രേഡിയൻ്റ്. ഓക്കെ, സോ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് യു ആണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡെൽ യു എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഡെൽ യു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കലി പറയുക ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നാണ് പറയുക. E is equal to minus del V. So electric field is the negative gradient of potential. Negative gradient of potential ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. സോ ഗ്രേഡിയൻറ്റ്, അവിടെയാണ് നമ്മൾ ഈ ഒരു ടേം ഫെമിലർ ആയിട്ടുള്ളത്, ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് യു അല്ലെങ്കിൽ ഡെൽ യു എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഡെൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ഡെൽ യു നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഇൻറ്റു കെ. ഇറ്റ് ഈസ് ആൾസോ എ എന്താണ്? വെക്റ്റർ ആണ്. ഓക്കെ, ഐ ജെ കെ 3 കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഗ്രേഡിയൻ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി ഗ്രേഡിയൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗ്രേഡിയൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. സോ മെയിനായിട്ട് 4 പ്രോപ്പർട്ടീസാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ,
ഗ്രേഡിയൻ്റ് ഓഫ് വി പ്ലസ് യു, അതായത് രണ്ട് വെക്ടറിൻ്റെ സം എടുത്ത് അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുക. രണ്ട് വെക്ടറിൻ്റെ സം എടുക്കുന്നു, അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ് വി പ്ലസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ് വി പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് യു ആണ്. ഗ്രേഡിയൻ്റ് ഓഫ് വി പ്ലസ് ഗ്രേഡിയൻ്റ് ഓഫ് യു ആണ്. ഇനി രണ്ട് വെക്ടറിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് യു പ്ലസ് യു ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് വി ആണ്. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി, രണ്ട് വെക്ടറിൻ്റെ റേഷ്യോ എടുക്കുന്നു, അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ് വി ബൈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് വി ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ. യു ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് വി മൈനസ് വി ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് യു ഡിവൈഡ് ബൈ യു സ്ക്വയർ. ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് വി റേസ് ടു എൻ, ഗ്രേഡിയൻ്റ് ഓഫ് വി റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ വി റേസ് ടു എൻ മൈനസ് വൺ എൻ വി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് വി ആണ്, ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് വി ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്, നമ്മുടെ ഗ്രേഡിയൻ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസാണ്. ജസ്റ്റ് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. മേ ബി നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും, അതുകൊണ്ട് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ്റെ കേസിലാണ് പറഞ്ഞത്. ഡോ ബൈ ഡോ എക്സ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാർട്ടീഷ്യൻ എക്സ് വൈ സെറ്റ് ഡിഫറൻഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും, അതായത് സിലിണ്ടറിക്കലിലും സ്ഫെറിക്കലിലും എല്ലാം നമുക്കത് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഗ്രേഡിയൻ്റ് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും അതിനുള്ള എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡെൽ വി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രേഡിയൻ്റ് ഓഫ് വി. സോ ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ, നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡെൽ വി ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ സെറ്റ് ഇൻറ്റു എ സെറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇൻ ടേംസ് ഓഫ് ഇത് റോ ഫൈ സെറ്റ് ആണ്. നിങ്ങൾ ഈ വേരിയബിൾസ് നോക്കുക, അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റോ 5 സെറ്റ് ആണ്. റോ 5 സെറ്റ് ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സോ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം del v is equal to gradient of v is equal to dou v by dou rho a rho plus 1 by rho into dou v by dou phi into a phi plus dou v by dou z into a z. Dou v by dou z into a z. Then spherical coordinate system ആണെന്നുണ്ടെങ്കിൽ in spherical coordinate system del v is equal to dou v by dou r, r theta phi ആണ് വേരിയബിൾ അല്ലേ, r theta phi. So dou v by dou r into ar plus 1 by r into dou v by dou theta into a theta plus 1 by r sin theta into dou v by dou phi into a phi. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻറ്റ് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഗ്രേഡിയൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു, ഗ്രേഡിയൻറ്റിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു, 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഗ്രേഡിയൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. സോ ഡെല്ല് വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് സോ വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഓപ്പറേഷനാണ് ഡൈവേർജൻസ്. മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷനിൽ 2 ഇക്വേഷൻ ഡൈവേർജൻസ് ഇക്വേഷനാണ്. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി ഡൈവേർജൻസ് ഇക്വേഷനാണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 അതും ഡൈവേർജൻസ് ഇക്വേഷനാണ്. സോ ഡെൽ ഡോട്ട് എന്ന് പറയുന്ന ഡെൽ ഡോട്ട് എ വെക്റ്റർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൈവേർജൻസ് എന്ന് പറയുക. സോ അതിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് പറയാം. സോ സപ്പോസ് വി ആർ ഹാവിങ് എ വെക്റ്റർ, നമുക്കൊരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം, എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ജെ കെ, 3 കമ്പോണൻസും ഉണ്ട്. സോ നമ്മുടെ വെക്റ്റർ എക്സ് കമ്പോണൻ്റ് എന്താണ്, പി ആണ്, വൈ കമ്പോണൻ്റ് ക്യൂ ആണ്,
ഇസഡ് കമ്പോണൻ്റ് എന്താണ്? ആറാണ്. അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡെൽ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്. സോ ഡെൽ ഡോട്ട് എഫ് എടുക്കുക. ഡെൽ ഡോട്ട് എഫിനെ പറയുന്ന പേരാണ് ഡൈവേർജൻസ് ഓഫ് എഫ്, ഡൈവ് എഫ്, ഡൈവേർജൻസ് ഓഫ് എഫ്. ഈ ഒരു ഫീൽഡിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയാം. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഇറ്റ് വിൽ ബി സ്കേലാർ ആയിരിക്കും അല്ലേ? സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വെക്റ്റർ അല്ല കിട്ടുക, എന്താ കിട്ടുക? സ്കേലാർ ആണ് കിട്ടുക. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് എഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ് പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ്. ഇതാണ് ഡൈവേർജൻസിനുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ് വരുന്നത്. സോ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഈസ് ഔട്ട്ഫ്ലോ മൈനസ് ഇൻഫ്ലോ ആണ്. അതായത് ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഔട്ട്ഫ്ലോ മൈനസ് ഇൻഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ മൈനസ് ഇൻഫ്ലോനെ നമുക്ക് എന്ത് പറയാം? ഡൈവേർജൻസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ്, ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ചാർജ് എടുത്തു. സോ പോസിറ്റീവ് ചാർജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് എവേ ഫ്രം ദി ചാർജ് ആയിരിക്കും അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്, എവേ ഫ്രം ദി ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇതിന് ഔട്ട്ഫ്ലോ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡ് ലൈൻസ് പ്ലസ്സിൽ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. ഇൻഫ്ലോ ഇല്ല. ഇനി നമ്മൾ നെഗറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് എ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസാണ് വരിക. ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി ചാർജ് ആണ് വരിക അല്ലേ? സോ ഫീൽഡ് ലൈൻസ് വിൽ ബി ലൈക്ക് ദിസ്, ടുവേർഡ്സ് ദി ചാർജ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഇല്ല. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡെൽ ഡോട്ട് ഡി 0 ആണോ? മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി എന്നാണ്. 0 അല്ല, നോൺ 0 ആണ്. ബിക്കോസ് ഒന്നെങ്കിൽ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോയേ ഉണ്ടാവും. സോ നമ്മൾ ചാർജ് എടുക്കുമ്പോൾ രണ്ടും കൂടെ ഉണ്ടാവില്ല. രണ്ടും കൂടെ ബാലൻസ് ചെയ്താലാണ് ഡൈവേർജൻസ് എന്താവും? 0 ആവും. പക്ഷെ നമ്മളൊരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിലോ, ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരിക? സപ്പോസ് വി ആർ ടേക്കിംഗ് എ മാഗ്നറ്റ്. ഇതാണ് നമ്മുടെ നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. സോ നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്റ്റേണലി വരുന്നത്. ഇൻറ്റേർണലി അത് എവിടുന്ന് എങ്ങോട്ടാണ്? സൗത്ത് ടു നോർത്ത് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. നോർത്തിൽ നമ്മളൊരു പോയിന്റ് എടുത്തു. സോ നോർത്തിലൊരു പോയിന്റ് എടുക്കുമ്പോൾ അതിന് ഔട്ട്ഫ്ലോയും ഉണ്ട്, അതേ ഫീൽഡ് ലൈൻസ് ഇൻഫ്ലോയും ഉണ്ട്, തിരിച്ചു വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ബാലൻസ് ചെയ്ത് പോവാണ്. സോ ഡൈവേർജൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ. അത് തന്നെയല്ലേ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനിൽ പഠിക്കുന്നത്? ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണ്? അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്ത്? ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്കേലാർ ഫീൽഡ് അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ വെക്റ്റർ ഫീൽഡ് അല്ല, എന്ത് ഫീൽഡാണ്? സ്കേലാർ ഫീൽഡാണ്. ഇനി ഡെൽ ഡോട്ട് ഡൈവേർജൻസ് ഓഫ് എ പ്ലസ് ബി, രണ്ട് വെക്ടറിൻ്റെ സമ്മ്, എന്നിട്ട് അതിൻ്റെ ഡൈവേർജൻസ് ഡെൽ ഡോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എ പ്ലസ് ഡെൽ ഡോട്ട് ബി ആണ്. അത് ഇൻഡിവിജ്വലി രണ്ടിൻ്റെയും ഡൈവേർജൻസ് കണ്ടുപിടിക്കുക, സം അപ്പ് ചെയ്യുക. ദെൻ ഡെൽ ഡോട്ട് വി എ, ഡെൽ ഡോട്ട് വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് വി ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ വി ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡൈവേർജൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്ന ഒരു രീതി, കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും ഡൈവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ കാർട്ടീഷ്യൻ്റെ കേസിൽ, സോ ഇൻ കേസ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, del dot A is equal to dou AX by dou X plus dou AY by dou Y plus dou AZ by dou Z. അതായത് കറസ്പോണ്ടിങ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ
എക്സിനെ എക്സ് കമ്പോണൻറ്റിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈ കമ്പോണൻറ്റിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെഡ് കമ്പോണൻറ്റിനെ സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് എ, ഡൈവേർജൻസ് ഓഫ് എ കിട്ടും. ഇനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് 1/ρ ഇൻറ്റു ഡോ ബൈ ഡോ റോ ഓഫ് റോ എ റോ പ്ലസ് 1/ρ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഓഫ് എ ഫൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എ സെഡ് ആണ്. ആൻഡ് ഇൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം del dot A is equal to 1/r square dou by dou r of 1/r square dou by dou r of r square AR plus 1/r sin theta dou by dou theta of A theta sin theta plus 1/r sin theta into dou A phi by dou phi ആണ്. അപ്പോൾ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഡൈവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈവേർജൻസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷനാണ് കേൾ എന്ന് പറയുന്നത്. സോ കേൾ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുക. അതായത് ഡെൽ ക്രോസ് ആണ് വരിക, ഡെൽ ക്രോസ്. സോ ഡെൽ ക്രോസ് ആണ് കേൾ. സോ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം റൊട്ടേഷനാണ്. കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷനാണ്. ആൻഡ് വൺ മോർ തിങ്, സപ്പോസ് ഡൈവേർജൻസിൻ്റെ കേസിൽ സപ്പോസ് ഡൈവേർജൻസ് 0 ആണെങ്കിൽ ഡെൽ ഡോട്ട് വി, സപ്പോസ് ഡൈവേർജൻസ് 0 ആണെങ്കിൽ we can say that the field is said to be solenoidal. ഡൈവേർജൻസ് 0 ആണെങ്കിൽ we can say that the field is said to be solenoidal. ചിലപ്പോൾ നിങ്ങൾക്കൊരു വെക്ടർ തരും, എന്നിട്ട് ചോദിക്കും ചെക്ക് വെദർ ഇറ്റ് ഈസ് സോളിനോയിഡൽ ഓർ നോട്ട്. സോളിനോയിഡൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡൈവേർജൻസ് എടുത്ത് നോക്കുക. ഡൈവേർജൻസ് 0 ആണെങ്കിൽ എന്ത് പറയാം? ഫീൽഡ് ഈസ് സെറ്റ് ടു ബി സോളിനോയിഡൽ എന്ന് പറയാം. ഡൈവേർജൻസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സോളിനോയിഡൽ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഡൈവേർജൻസ് 0 ആയാലുള്ള കേസ്. ഇനി കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റൊട്ടേഷനാണ്. സോ ഡെൽ ക്രോസ് എഫ് ആണ് കേൾ എന്ന് പറയുന്നത്. ഡെൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡെൽ ക്രോസ് എഫ് ആണ് കേള്. അപ്പോൾ എഫ് എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡിൻ്റെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ കേൾ എഫ് എന്ന് പറയാം. ഡെൽ ക്രോസ് എഫ് അല്ലെങ്കിൽ കേൾ എഫ് എന്ന് പറയാം. ഓക്കെ, സോ ഡെൽ ക്രോസ് എഫ് അല്ലെങ്കിൽ കേൾ എഫ്. സോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? വെക്റ്റർ ഫീൽഡാണ്. സോ ആൾറെഡി പറഞ്ഞു പി ഇൻറ്റു ഐ പ്ലസ് ക്യൂ ഇൻറ്റു ജെ പ്ലസ് ആർ ഇൻറ്റു കെ. ഇനി കേൾ എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക? ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഏതൊക്കെ തമ്മിലുള്ള കേളാണ്? ഡെല്ലും എഫും. സോ ഡെല്ലിൻ്റെ കമ്പോണൻസ് ആദ്യം എഴുതുക. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനി എഫിൻ്റെ കമ്പോണൻറ്റ് ഏതൊക്കെയാണ്? പി ക്യൂ ആർ. സോ പി ക്യൂ ആർ. ഈ രീതിയിൽ കേള് കണ്ടുപിടിക്കാം. സോ ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കേളിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ല, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കേൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫീൽഡ് എന്ത് തന്നെ ആയിരിക്കും? ഇറ്റ് ഈസ് വെക്റ്റർ ആയിരിക്കും. ഓക്കെ, സോ ദ കേൾ ഓഫ് വെക്റ്റർ ഫീൽഡ് ഈസ് അനദർ വെക്റ്റർ ഫീൽഡ്. കേൾ എടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ ഫീൽഡാണ് കിട്ടുക. അതേസമയം ഡൈവേർജൻസ് എടുത്താലോ സ്കേലാർ ഫീൽഡാണ് കിട്ടുക. സോ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഈസ് അനദർ വെക്റ്റർ ഫീൽഡ്. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി എ പ്ലസ് ബി. രണ്ട് വെക്റ്റർ ഫീൽഡിൻ്റെ സം എടുക്കുക, എന്നിട്ട് കേൾ എടുക്കുക. ഡെൽ ക്രോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ ക്രോസ് ബി ആണ്. ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ ക്രോസ് ബി ആണ്. ഓക്കെ, ദെൻ ഡെൽ ക്രോസ് എ ക്രോസ് ബി, അതായത് എ ക്രോസ് ബി ക്രോസ് പ്രൊഡക്റ്റിൻ്റെ കേള്. രണ്ട് വെക്റ്റർ ഫീൽഡിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് അതിൻ്റെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ബി ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് ഡെൽ എ മൈനസ് എ ഡോട്ട് ഡെൽ ബി. ഇതാണ് വരുന്നത്. ഇനി ഡെൽ ക്രോസ് വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻറ്റു ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ വി ക്രോസ് എ ആണ്. ഡെൽ വി ക്രോസ് എ ആണ്. ദെൻ ഡൈവേർജൻസ് ഓഫ് കേള്
സീറോ ആണ്. ഡൈവേർജൻസ് ഓഫ് കേൾ സീറോ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഡൈവേർജൻസ് ഓഫ് കേൾ സീറോ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാക്സ്വെൽസ് ഇക്വേഷനിൽ ഡെൽ ഡോട്ട് ബി എന്താണ്? സീറോ ആണ് അല്ലേ? ഇനി ബീനെ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ ആണ്. അതായത് കേൾ ഓഫ് വെക്ടർ പൊട്ടൻഷ്യൽ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. കേൾ ഓഫ് വെക്ടർ പൊട്ടൻഷ്യൽ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ബിയുടെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡെൽ ക്രോസ് എ എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ബി, ബി ഈസ് ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീറോ ആണ്. അപ്പോൾ എന്താ ഇത്? കേളിൻ്റെ ഡൈവേർജൻസ് ഓഫ് കേൾ. ആദ്യം കേൾ എടുക്കുക, എന്നിട്ട് ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി സീറോ. അതാണ് ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഇനി ദ കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് വാനിഷസ്. അതായത് ഡെൽ ക്രോസ് ഡെൽ വി സീറോ ആണ്. ഡെൽ ക്രോസ് ഡെൽ വി സീറോ ആണ്. ഇതെല്ലാം നമ്മൾ വേവ് ഇക്വേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റീസ് ആണ് ഇതൊക്കെ. ഡെൽ ക്രോസ് ഡെൽ വി ഈസ് ഈക്വൽ ടു സീറോ ആണ് വരുന്നത്. അതായത് ഡെൽ വി എന്താണ്? ഗ്രേഡിയൻറ്റ് ഓഫ് വി ആണ്. സോ ഗ്രേഡിയൻറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കേൾ എടുത്താൽ സീറോ ആണ്. അല്ലെങ്കിൽ കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് എന്താണ്? കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് വിൽ ബി സീറോ ആണ് വരുന്നത്. ഓക്കെ, എന്താണ് അതിനുള്ള റീസൺ? എന്താണ്? ഡെൽ ക്രോസ് ഡെല്ല്. ഇതിൽ രണ്ടിലും ഡെല്ലുണ്ട്. സോ ഡെല്ലും ഡെല്ലും എയും എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എ ക്രോസ് എ സീറോ അല്ലേ? എ ക്രോസ് എ സീറോ. അതുകൊണ്ടാണ് ഡെൽ ക്രോസ് ഡെൽ വി എന്തായി പോയത്? സീറോ ആയി പോയത്. അപ്പോൾ ഇതാണ് കേളിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കേള് ചിലപ്പോൾ സീറോ ആവാം. സോ കേള് സീറോ ആണെങ്കിൽ ദ ഫീൽഡ് ഈസ് സെറ്റ് ടു ബി ഇറൊട്ടേഷണൽ. ഫീൽഡ് ഈസ് സെറ്റ് ടു ബി ഇറൊട്ടേഷണൽ. If the curl is equal to 0, then the field is said to be irrotational. നിങ്ങളോട് ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ ചോദിക്കും, ഫീൽഡ് ഇറൊട്ടേഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേള് കണ്ടുപിടിക്കുക, കേള് സീറോ ആണെന്ന് നോക്കുക. ഇഫ് ദ കേൾ ഈസ് സീറോ then the field is said to be irrotational എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഇഫ് ദ കേൾ is equal to 0, if the curl is equal to 0, then the field is said to be conservative. Then the field is said to be conservative. കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ പറയുന്ന ഒരു കേസാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ്. അതായത് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. അതെൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് പാത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദ കേൾ ഈസ് ഈക്വൽ ടു 0, then the field is said to be conservative. സോ കേൾ സീറോ ആണെങ്കിൽ ഇറൊട്ടേഷണൽ ആണ്. കേൾ സീറോ ആണെങ്കിൽ എന്താണ്? ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. അതേസമയം ഡൈവേർജൻസ് സീറോ ആണെങ്കിലോ സോളിനോയിഡൽ ആണ്. ഓക്കെ, സോ ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് തന്നിട്ട് ചെക്ക് ചെയ്യാൻ ചോദിക്കാം. സോ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി കേള് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കേളിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കേള് കണ്ടുപിടിക്കേണ്ടത്. ഇനി 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും കേള് കണ്ടുപിടിക്കണം. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ കേള് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു എ എക്സ് എ വൈ എ സെഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് 3 കോഎഫിഷ്യൻസ് എക്സ് വൈ സെഡ് കോഎഫിഷ്യൻസ് എ എക്സ് എ വൈ എ സെഡ്. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ. ദെൻ in case of cylindrical coordinate system, curl of A, del cross A is equal to 1 by rho determinant, 1 by rho determinant A rho A phi A z dou by dou rho dou by dou phi dou by dou z എ റോ എ ഫൈ എ സെറ്റ്. അപ്പോൾ ഇതാണ് സിലിണ്ട്രിക്കലിൻ്റെ കേസിൽ. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ കേൾ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 1 by r square sin theta ഡിറ്റർമിനൻറ്റ് എ ആർ എ തീറ്റ ആർ സൈൻ തീറ്റ എ ഫൈ ദെൻ ഡോ ബൈ ഡോ ആർ ഡോ ബൈ ഡോ തീറ്റ ഡോ ബൈ ഡോ ഫൈ എ ആർ എ തീറ്റ ആർ സൈൻ തീറ്റ എഫ് ഐ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കേള്
കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും കേൾ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇനി പറയാനുള്ളത്. പോയ്സോൺസ് ഇക്വേഷനും അതുപോലെ തന്നെ ലാപ്ലേസ് ഇക്വേഷനും. പോയ്സോൺസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും. സോ നമ്മുടെ കയ്യിൽ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു നമ്മൾ മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? റോ വി ആണ്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്ന ഇക്വേഷൻ മാക്സ്വെല്ലിൻ്റെ ഒരു ഇക്വേഷനാണ്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ വി. സോ അത് ആക്ച്വലി കിട്ടുന്നത് ഗോസസ് ലോയിൽ നിന്നാണ്. ഗോസസ് ലോയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, റോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി. ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, റോ വി എന്ന് പറഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ആണ്. ഡി ഈസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ ഇൻറ്റു ഇ. അപ്പോൾ ഞാനിവിടെ ഡിയുടെ അവിടെ എപ്സിലോൺ ഇൻറ്റു ഇ എന്ന് കൊടുക്കുകയാണ്. സോ ഡെൽ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു റോ വി എന്ന് വരും അല്ലേ? ഈ എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ പുറത്തെടുക്കുകയാണ്. സോ എപ്സിലോൺ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു എന്താണ്? റോ വി ആണ്. ഈസ് ഈക്വൽ ടു റോ വി. ആൻഡ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്, അതായത് മൈനസ് ഡെൽ വി ആണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നുള്ള റിലേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്ത് വരും? മൈനസ് എപ്സിലോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഈസ്, ആ മൈനസ് ആണ് ഞാൻ പുറത്തെടുത്തത്, ഡെൽ ഇ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഡെൽ സ്ക്വയർ വി എന്ന് വരും. ഈസ് ഈക്വൽ ടു റോ വി എന്ന് വരും. അപ്പോൾ ഇതിന് എന്ത് വരും? ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ വരും. ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് പോയ്സോൺസ് ഇക്വേഷൻ. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് പോയ്സോൺസ് ഇക്വേഷൻ. ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ. റോ വി ബൈ എപ്സിലോൺ വോളിയം ചാർജ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി. അതിനെ പറയുന്ന പേരാണ് പോയ്സോൺസ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അത് ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പോയ്സോൺസ് ഇക്വേഷൻ. ഇനി ഡെൽ സ്ക്വയർ വി എന്താണെന്നുള്ളത് 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് അറിയാം അല്ലേ? ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ ഡെൽ സ്ക്വയർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി, ഗ്രേഡിയൻ്റ് അല്ല, ഡെൽ വി ആണ് ഗ്രേഡിയൻറ്റ്. സോ ഡെൽ സ്ക്വയർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇതാണ് ഡെൽ സ്ക്വയർ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസെഡ് സ്ക്വയർ. ഇനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു 1 ബൈ റോ ഇൻറ്റു ഡോ ബൈ ഡോ റോ ഓഫ് റോ ഇൻറ്റു ഡോ വി ബൈ ഡോ റോ പ്ലസ് 1 ബൈ റോ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസെഡ് സ്ക്വയർ ആണ് സിലിണ്ടറിക്കൽ. ഇനി സ്പെറിക്കൽ ആണെങ്കിൽ 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ വി ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ വി ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ വി ബൈ ഡോ ഫൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. സോ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ വി ബൈ എപ്സിലോൺ ആണ് പോയ്സോൺസ് ഇക്വേഷൻ. സപ്പോസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 ആണെങ്കിൽ, ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ഇക്വേഷനെ പറയുന്ന പേരാണ് ലാപ്ലേസ് ഇക്വേഷൻ. അതായത് ഡെൽ സ്ക്വയർ വി ഇതിൻ്റെ ഈ ഒരു RHS ടേം ഇത് 0 ആയി കഴിഞ്ഞാൽ പോയ്സോൺസ് ഇക്വേഷൻ വിൽ ബിക്കം ലാപ്ലേസ് ഇക്വേഷൻ. സോ പോയ്സോൺസ് ഇക്വേഷൻ വിൽ ബിക്കം ലാപ്ലേസ് ഇക്വേഷൻസ്. സോ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 ആണ്. സോ ചിലപ്പോൾ നിങ്ങൾക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ട് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഡെൽ സ്ക്വയർ വി കണ്ടുപിടിക്കുക, 0 ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? സോ അതാണ് 2 ഇക്വേഷൻസ്, പോയ്സോൺസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും. പോയ്സോൺ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞു, അതിൽ RHS 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന 2 ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. സോ ആ തിയറംസ് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന 2 തിയറംസ് ആണ് പറയാൻ പോകുന്നത്. അത് ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തിയറം.
ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്സ് തിയറം. അതുപോലെ സർഫസ് ഇൻ്റഗ്രലിനെയും വോളിയം ഇൻ്റഗ്രലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തിയറം, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡൈവേർജൻസ് തിയറം. സോ നമ്മളിവിടെ കേളും ഡൈവേർജൻസും പഠിച്ചു. സോ സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ കേൾ യൂസ് ചെയ്യും, ഡൈവേർജൻസ് തിയറത്തിൽ നമ്മൾ ഡൈവേർജൻസും യൂസ് ചെയ്യും. സോ നമുക്ക് നോക്കാം, ഓരോ തിയറായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോക്സ് തിയറാണ്. സോ സ്റ്റോക്സ് തിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്: ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ലൈൻ ഇൻ്റഗ്രലിലാണ് കിടക്കുന്നത്, ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, സർഫസ് ഇൻ്റഗ്രലിലേക്ക് മാറ്റാം. സോ ദിസ് വിൽ ബി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഈ എ എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡിൻ്റെ കേൾ എടുക്കുക. സോ എന്താണ് വരിക, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എ ഡി എസ്, ഡെൽ ക്രോസ് എ ഡി എസ് ആണ്. ഓക്കെ, സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡി എസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ലൈൻ ഇൻ്റഗ്രലിനെ എന്തായി കൺവേർട്ട് ചെയ്തു, സർഫസ് ഇൻ്റഗ്രൽ, അതായത് ഡി എല്ലിനെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്തു, ഡി എസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഡി എല്ലിനെ നമ്മൾ എന്ത് ചെയ്തു, ഡി എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ ഒരു തിയറാണ് എന്ത്, സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ around a closed path is equal to the surface integral of the normal component of its curl over the, അല്ലെങ്കിൽ normal component of its curl over any surface bounded by the path എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എച്ച് ഡി എസ് ആണ്. അപ്പോൾ എച്ചിൻ്റെ പകരം ഇവിടെ എന്ത് വന്നു, ഡെൽ ക്രോസ് എച്ച് വന്നു, കേൾ വന്നു. ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ കേൾ ഓഫ് എച്ച്. ഡി എല്ല് മാറി എന്തായി, ഡി എസ് ആയി. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ മാറി എന്തായി, സർഫസ് ഇൻ്റഗ്രലായി. ഈ തിയറാണ് ഇത് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തിയറാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുക കേൾ ഓപ്പറേഷനാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഡൈവേർജൻസ് തിയറാണ്. സോ ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സർഫസ് ഇൻ്റഗ്രലിനെയും വോളിയം ഇൻ്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യാനാണ്. സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയറാണ് എന്ത്, ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും. സോ ഇത്രയേ ഉള്ളൂ തിയറം, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. സോ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ദിസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ്, സർഫസ് ഇൻ്റഗ്രലാണ് ഇത്, എ ഡോട്ട് ഡി എസ് ആണ്. ദിസ് വിൽ ബി വോളിയം ഇൻ്റഗ്രൽ, ദിസ് വിൽ ബി വോളിയം ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഡൈവേർജൻസ് ഓഫ് എ ഡെൽ ഡോട്ട് എ ഡി വി ആണ്, ഡെൽ ഡോട്ട് എ ഡി വി ആണ്. ഓക്കെ, സോ ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ്, വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി വി ആണ്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, എ എന്തായിട്ട് മാറി, ഡെൽ ഡോട്ട് എ ആയി മാറി, ഡൈവേർജൻസ് ആയിട്ട് മാറി, ഡൈവേർജൻസ് ഓഫ് എ ആയിട്ട് മാറി, ഡി എസ് എന്തായിട്ട് മാറി, ഡി വി ആയിട്ട് മാറി. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ എന്ത് ഇൻ്റഗ്രലായി മാറി, വോളിയം ഇൻ്റഗ്രലായിട്ട് മാറി. സോ ഈ ഒരു തിയറം ഡൈവേർജൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ഡൈവേർജൻസ് തിയറം എന്ന് പറയാം. ഓക്കെ, സോ ദ ഡൈവേർജൻസ് തിയറം ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി വി ആണ്. So divergence theorem states that the integral of the divergence of a vector, integral of the divergence of a vector over a volume is equal to the flux of that field through the surface bounding that volume, that is closed surface integral A dot ds. So ഈ ഒരു തിയർ ആണ് എന്ത്, ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. മാക്സ്വെൽസ് ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് തിയറം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ വരുന്നത്. നമ്മൾ വെക്റ്റർ കാൽക്കുലസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസും കുറച്ച് തിയറംസും ആണ് പറഞ്ഞത്. സോ നമ്മളുടെ സബ്ജക്റ്റിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ടോപ്പിക്കായിട്ട് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.